ഷിഗല്ല മൂലം ആദ്യ മരണം. കേരളത്തിലെ പുതിയ രോഗം. ഷിഗല്ല എന്ന് പറയുന്ന ഒരു രോഗം കേരളത്തിൽ പടർന്നു പിടിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് തലക്കുളം സ്വദേശിയായിട്ടുള്ള 4 വയസ്സുള്ള നിളയാണ് ഈ അസുഖം ബാധിച്ച് മരിച്ചത്. ഇന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. അതിനു മുൻപായി ഒരു കാര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ടതുണ്ട്. ഈ ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് വലിയൊരു തോതിൽ ഈ സമൂഹത്തിൽ പരിഭ്രാന്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള വാർത്തകളൊക്കെ പരക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ അല്ല ഇത്. കാരണം ഒരു രോഗം വരുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുക എന്നുള്ള രീതിയല്ല, മറിച്ച് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിൻ്റെ ഒരു സാരാംശം പറയുക മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ജാഗ്രത എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഈ രോഗത്തെ അറിയുക, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ അറിയുക, എന്തെല്ലാമാണ് ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്നിവ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അല്ലാതെ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഈ പറയുന്ന പോലെ കേരളമാകെ ഇത് മാരകമായി പടർന്നു പിടിക്കുന്നു എന്ന രീതിയിലല്ല. അതിനെ അങ്ങനെ കാണേണ്ടതില്ല. അങ്ങനെ പറയുന്നത് തന്നെ ഒരു കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ രോഗം, എന്താണ് ഈ ഇപ്പോഴത്തെ കേരളത്തിലെ ഈ രോഗത്തിൻ്റെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 6 വരെ ഏതാണ്ട് 16 പേർക്കാണ് കേരളത്തിൽ ഈ ഷിഗല്ല വന്നത്. ഇപ്പോൾ അത് ആരോഗ്യമന്ത്രിയുടെ കണക്ക് പ്രകാരം 126 ഒരു മരണം ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് ഷിഗല്ല? ഷിഗല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ്. വെള്ളത്തിൽ കൂടിയാണ് ഇത് പടരുന്നത്, ഒപ്പം ഭക്ഷണത്തിൽ കൂടി പടരും. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വയറുവേദന, പനി, വയറിളക്കം, അതേപോലെ തന്നെ ഛർദി, ക്ഷീണം, മലത്തിൽ കൂടി രക്തം വരിക, ഇതൊക്കെയാണ് ഈ ഷിഗല്ലയുടെ ഒരു രോഗലക്ഷണം. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം വരെ കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണില്ല. പിന്നീടായിരിക്കും ഈ രോഗം മൂർച്ഛിക്കുക. പലപ്പോഴും ഇത് അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ തലവേദനയാകുമ്പോൾ നമ്മളത് തലവേദന എന്ന രീതിയിൽ തന്നെ അതിനെ കണ്ട് വിടുക എന്നുള്ളതാണ്. ഛർദിയാകുമ്പോൾ ഛർദിക്കുള്ള മരുന്ന് കഴിച്ച് ആ ഛർദിൽ നിർത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ വളരെ വേഗമാണ് ഇതിൻ്റെ ചികിത്സ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇത് പടരുന്നത് ഭക്ഷണത്തിൽ കൂടിയും വെള്ളത്തിൽ കൂടിയുമാണ്. അതുകൊണ്ട് കുടിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കുക എന്നതാണ് ആദ്യത്തെ ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ഭക്ഷണവും ഇത്തരത്തിൽ ശുചിത്വപൂർവമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും വീട്ടിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ ശുദ്ധജലവും ശുദ്ധ ഭക്ഷണവും കിട്ടില്ല എന്ന് നമുക്കറിയാമല്ലോ. പലരും പുറത്ത് ഭക്ഷണത്തെ ആശ്രയിക്കുന്നവരാണ്, ഹോട്ടലുകളെ ആശ്രയിക്കുന്നതാണ്, തട്ടുകടകളെ ആശ്രയിക്കുന്നതാണ്. ഒരു ചായ കുടിക്കാൻ പോലും പലപ്പോഴും ജോലിയിൽ പെട്ട ആൾക്കാർ, ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ, പല ജോലിയിൽപ്പെട്ട സ്വകാര്യ മേഖല അടക്കപ്പെട്ടവർ ഉച്ചയ്ക്ക് പോയിട്ടൊരു ചായ കുടിക്കുക ഒക്കെ വെളിയിലാണ് പോയി കുടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പടരുന്നത് ഒരാൾ കുടിച്ച ഈ നമ്മുടെ ഷിഗല്ല രോഗം ബാധിച്ച ഒരാൾ കുടിച്ച ഒരു കപ്പാണെങ്കിൽ അതുവഴി നമുക്ക് പടരാം. ആ ഗ്ലാസ് കൃത്യമായിട്ട് കഴുകി ശുചിത്വപൂർവ്വമായിട്ട് കഴുകി ഉറപ്പാക്കിയില്ല എങ്കിൽ, അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ വേഗം പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ് ഈ ഷിഗല്ല. ഇതുവരെ 126 പേർക്കാണ് സംസ്ഥാനത്ത് ഈ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുതിർന്നവരിൽ ഇത് പിന്നെയും ഒരു പരിധി വരെ നമുക്ക് ഇതിനെ പ്രതിരോധിച്ച് നിർത്താം, മരുന്നുകൊണ്ട് പ്രതിരോധിച്ച്. പക്ഷേ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിൽ ഇത് വളരെ വേഗം അപകടകാരിയായി മാറുന്ന ഒരു അസുഖമാണ്. കുട്ടികളിലൊരു അപസ്മാരം, ശന്നി പോലെയാണ് ഇതിൻ്റെ ലക്ഷണം പലപ്പോഴും വരിക. അത്തരത്തിലാണ് കുട്ടികളെ ഇത് ബാധിക്കുന്നത്. അപ്പോൾ കുട്ടികളിലാണ് ഈ ഷിഗല്ല രോഗബാധ ഏറ്റവും കൂടുതൽ മാരകമാകുന്നത്. അതുകൊണ്ട് കുട്ടികളിലെ രോഗലക്ഷണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇത് കുടലിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റാക്ക് ഉണ്ടാകുന്നത്, ആക്രമണം ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയയുടെ. അതുകൊണ്ട് ഈ കുടലിനെ ബാധിക്കുന്ന അസുഖമായതുകൊണ്ടാണ് ഈ ഛർദിയും വയറിളക്കവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വയറിളക്കം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ വയറിളക്കത്തിൻ്റെ മരുന്ന് കഴിക്കുന്നു, ഛർദി ഉണ്ടാകുമ്പോൾ ഛർദിയുടെ മരുന്ന് കഴിക്കുന്നു, ക്ഷീണം ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് വിശ്രമിക്കുന്നു. ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഈ രോഗബാധയാണ് എന്ന് കൃത്യമായി തുടക്കത്തിലെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗം. അപ്പോൾ ഇന്ന് മന്ത്രി പറഞ്ഞത് ഈ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടലുകളിലും അതേപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റുകളിലും പിന്നെ തട്ടുകടകളിലൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുക, അതിൻ്റെ ഒരു പ്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി വയനാട്ടിൽ 164 സ്കൂൾ കുട്ടികൾക്ക് ഇതുപോലെ വയറിളക്കവും ഛർദിയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾ കുടിച്ച വെള്ളം എന്ന് പറയുന്നത് സ്കൂളിലെ കിണറ്റിലെ വെള്ളമാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ സ്കൂളിൽ തന്നെ ഈ ബോർവെല്ലും ഉണ്ട്. അപ്പോൾ ആ ബോർവെല്ലിലെ വെള്ളത്തിൻ്റെ പരിശോധന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ കിണറ്റിലെ വെള്ളത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ ബോർവെല്ലിലെ റിപ്പോർട്ട് പ്രകാരം ഷിഗല്ല രോഗബാധ അല്ല. ആ ബോർവെല്ലിലെ വെള്ളം കുടിച്ച കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ ഇല്ല. അതേസമയം ഈ കിണറ്റ് വെള്ളം കുടിച്ചവർക്കുണ്ടോ എന്നുള്ളതാണ് ഈ 164 പേർക്ക് ഈ കിണറ്റിലെ വെള്ളം. അപ്പോൾ ആ കിണറ്റിലെ വെള്ളത്തിൻ്റെ പരിശോധന ഇതുവരെ വന്നിട്ടില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ചുരുക്കത്തിൽ ഇത് കേരളത്തിൽ പുതിയ രോഗമാണോ എന്ന് ചോദിച്ചാൽ അതെ, ഏതാണ്ട് കഴിഞ്ഞ ജൂൺ മുതലാണ് ഇത് കണ്ടു തുടങ്ങിയത്. ജൂൺ 6-ാം തീയതി വരെ, കഴിഞ്ഞ വർഷം ജൂൺ 6-ാം തീയതി വരെ 16 പേർക്കാണ് ഇത് ബാധിച്ചത്. പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് കൂടിയാണ് വരുന്നത്. ഈ രോഗത്തിൻ്റെ പകർച്ചയുടെ ആ ഒരു ഗ്രാഫ് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ സജീവമായിട്ടൊരു ഇടപെടൽ. ആദ്യത്തെ മരണവും സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളവും ഭക്ഷണവും ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്ന്, ഈ രോഗി, ഷിഗല്ല രോഗം ബാധിച്ച രോഗി നമുക്ക് നൽകുന്ന ഭക്ഷണത്തിലായാലും വെള്ളത്തിലായാലും അതിലൂടെ കൂടി നമ്മൾ അയാളുടെ കയ്യിൽ കൂടി അയാളുടെ തുപ്പൽ കൂടിയൊക്കെ ഈ രോഗം പടരാനുള്ള സാധ്യത ഏറെയാണ്. ഏതായാലും ഈ രോഗവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കാം. അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുമാണ്. അതേപോലെ തന്നെ ഹോട്ടൽ ഭക്ഷണം ശ്രദ്ധിക്കുക, തട്ടുകടകൾ ശ്രദ്ധിക്കുക. അവിടെയൊക്കെ തന്നെ ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധന വരും ദിവസങ്ങളിൽ കർശനമായി തന്നെ ഉണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആദ്യമായിട്ട് ഈ ഷിഗല്ല എന്നൊരു രോഗം പടരുന്നതായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഗവൺമെൻറ് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ കോഴിക്കോടും ഈ രോഗം ബാധിക്കുകയും ഇന്നലെ ഒരു കുട്ടി, 4 വയസ്സുള്ളൊരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 കുട്ടികളെയാണ് ഈ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതിൽ ഒരു കുട്ടി ഡിസ്ചാർജ് ചെയ്തു. ഒരു കുട്ടിയുടെ അവസ്ഥ സ്റ്റേബിളാണ്. അതിൽ 10 വയസ്സുള്ള ദേവനന്ദ എന്നുള്ള കുട്ടിയാണ് രോഗം ഭേദമായിട്ട് ഡിസ്ചാർജ് ചെയ്തത്. അതുപോലെ ആദം അൽഖാൻ എന്ന 2 വയസ്സുള്ള കുട്ടി രോഗം ഭേദമായി, ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഈ തലക്കുളത്തൂരിലുള്ള നിള എന്ന 4 വയസ്സുള്ള കുട്ടിയാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ രോഗം ഇതൊരു ബാക്ടീരിയ ആണുണ്ടാകുന്ന രോഗമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ ഒരു രോഗം വരാനുള്ള മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ ഒരു ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നലെ വയനാട്ടിലെ 2 വിദ്യാലയങ്ങളിൽ ഏതാണ്ട് 164 കുട്ടികൾക്ക്, അതായത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ കൊളിയാടി മാർ ബസേലിയസ് സ്കൂളിൽ മിനിഞ്ഞാന്ന് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഏതാണ്ട് 164 പേർക്ക് ഈ വയറിളക്കം, ഛർദിയൊക്കെ ഉണ്ടായി. നെന്മേനി പഞ്ചായത്തിലും ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിച്ചു. ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ടീമിനെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു മെഡിക്കൽ ടീമിനെ ബത്തേരിയിലേക്ക് അയച്ചു. പക്ഷേ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അത് ഈ ഷിഗല്ലയുടെ ഭാഗമല്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. എങ്കിലും അതിനെക്കുറിച്ച് സാമ്പിളൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെയുള്ള നോക്കുമ്പോൾ അത് ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പക്ഷേ അതുകൊണ്ട് അത് മുഖവിലയ്ക്ക് മാത്രം എടുക്കുന്നില്ല. കൂടുതൽ പരിശോധന നടത്തി സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ട്, ബ്ലഡിൻ്റെയൊക്കെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗം പ്രതിരോധിക്കണമെങ്കിൽ ഒന്ന്, ഇതിൻ്റെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ഹോട്ടലുകളിലുള്ള ഭക്ഷണം, ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നത് സാധാരണ നിയമം അനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്നാണ് നിയമം. പക്ഷെ പലരും ആ രീതി അവലംബിക്കുന്നില്ല. സാധാരണ ഉള്ള വെള്ളം
കൊടുക്കുമ്പോൾ ഈ പലതിലും വെള്ളത്തിലൊക്കെ ഇതിൻ്റെ ബാക്ടീരിയ കലരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് വകുപ്പിൽ നിന്ന് കൊടുത്തുള്ള നിർദ്ദേശം ക്ലോറിൻ നിർബന്ധമായിട്ട് ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുക. ചില ഭാഗങ്ങളൊക്കെ ക്ലോറിൻ്റെ മണം പിടിക്കുന്നില്ല, സ്വാദ് പിടിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ഈ രോഗം ഒരു നിപ പോലെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല, ആലപ്പുഴയിൽ ആറന്മുളയിലൊക്കെ കണ്ട ഈ രോഗമാണ് ഇപ്പോൾ പെട്ടെന്ന് കോഴിക്കോട് വരികയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. ആദ്യത്തെ മരണമാണ് കേരളത്തിൽ ഈ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് ഈ പരിശോധന കർശനമാക്കുക. ഇതിലിപ്പോൾ ഈ ചില പ്രദേശങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഐസ് ഉൾപ്പെടെ, ഈ മത്സ്യമൊക്കെ ഇട്ട് വയ്ക്കുന്ന അതേ ഐസ് കുടിവെള്ളത്തിൽ ഐസ് വാട്ടർ ചോദിക്കുമ്പോൾ, തണുത്ത വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ, അത് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. എല്ലാ വെട്ടിക്കടകൾക്കും ഇത് ബാധകമല്ല. നല്ല രീതിയിൽ നല്ല അന്തരീക്ഷം നടത്തുന്ന ഒരുപാട് തട്ടുകടകളുണ്ട്. പല VIP അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് വൃത്തിഹീനമായ പ്രദേശങ്ങളിൽ ഈ തട്ടുകടകൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇടുന്നുണ്ട്, അതിൻ്റെ രോഗങ്ങൾ വേറെ. അതുപോലെ തന്നെ ഈ വയറിളക്കും ഇതൊക്കെ കണ്ട വിദ്യാലയത്തിൽ ഒരു കിണറുമുണ്ട്, ഒരു ബോർവെല്ലും ഉണ്ട്. ബോർവെല്ലിലെ വെള്ളം പരിശോധിച്ചു, കുഴപ്പമില്ല. കിണറ്റിലെ വെള്ളത്തിൽ പരിശോധന റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം, വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സാമ്പിള്, അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം, ഇതും കൂടെ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയുള്ള ഉത്തരവിൽ ഈ വിദ്യാലയങ്ങളിൽ ചെല്ലുമ്പോൾ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കാൻ, ക്വാളിറ്റി ഉറപ്പ് വരുത്താം, പക്ഷേ അതിൻ്റെ ലൈസൻസ് ചോദിക്കരുത് എന്നൊരു നിർദ്ദേശം വന്നു. ഞങ്ങൾ ലൈസൻസ് ചോദിക്കുന്നില്ല, പക്ഷേ അവിടുത്തെ ശുചിത്വം ഉറപ്പാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ കുട്ടികളെ ബാധിക്കും. അതുകൊണ്ട് ഇതുപോലെ രോഗങ്ങളുടെ ഇത് ഏറ്റവും അധികം ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കൈകളിൽ കൂടെ പകരും. അതുപോലെ തന്നെ ഏറ്റവും മലിനമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പിന്നെ ഈ ബാധിച്ച രോഗി, ഷിഗല്ല ബാധിച്ച രോഗി ഭക്ഷണം പാചകം ചെയ്താൽ അതും രോഗത്തിന് കാരണമെന്നാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റി പറയുന്നത്, ഈ രോഗത്തിനെ കുറിച്ചുള്ള. അതുപോലെ തന്നെയാണ് ഈ മാലിന്യം കലർന്ന സ്രോതസ്സുകൾ, മലിനജലമുള്ള സ്രോതസ്സുകളിൽ നിന്ന് വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ ചെയ്താൽ ഈ രോഗം പടരാം. ഇതിനിപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശുചിത്വം പാലിക്കുക. അതിപ്പോൾ ഹെൽത്തിന് മാത്രം കഴിയുന്നതല്ല, ലോക്കൽ ബോഡീസാണ് ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കേണ്ടത്. അത് ഞങ്ങളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇത് എഴുതുന്നുണ്ട്. പിന്നെ കുടിവെള്ളം തിളപ്പിച്ചിട്ട് ഹോട്ടലുകൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറും പച്ചവെള്ളം കൊടുക്കരുത്. ഇതുപോലത്തെ പ്രദേശങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല ഭാഗത്തും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട്. അപ്പം അതുകൊണ്ട് ഈ പതിവായിട്ട് ക്ലോറിനൈസേഷൻ ചെയ്യാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്വാദും സ്മെല്ലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഇത് ചെയ്തേ മതിയാവും, ക്ലോറിനൈസ് ചെയ്തേ മതിയാവും. പിന്നെ ഈ അതിൻ്റെ പ്രോട്ടോക്കോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴുകാത്ത അസംസ്കൃത പഴങ്ങളും സലാഡുകളും കഴിക്കുന്ന ഒഴിവാക്കുക. അതൊക്കെ ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനേ പറ്റൂ, അതനുസരിക്കേണ്ടത് ഉപഭോക്താക്കളാണ്. പക്ഷേ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ നടത്തുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും തട്ടുകടകളും, അതിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഇതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഞായറാഴ്ച ദിവസം തിരക്കിട്ട് പത്രസമ്മേളനം വിളിക്കാൻ കാരണം തന്നെ ഇതിൻ്റെ അലർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ വിജിലൻ്റായി മുന്നോട്ട് നീങ്ങണം. പിന്നെ ഇതോടൊപ്പം തന്നെ ഇവിടെ ചില ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇന്ന് കാലത്തെ പത്രത്തിൽ ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു.
കേരളത്തിലെ ആരോഗ്യ രംഗം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ആര് പറഞ്ഞു സ്വകാര്യവൽക്കരിക്കുന്നു? കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും സ്വകാര്യവൽക്കരിച്ചാൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ സീറ്റിൽ? അങ്ങനെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ചിന്തിക്കാൻ കഴിയും? ഞാൻ ഇന്നലെ പറഞ്ഞത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളിൽ നവീകരണം, പുതിയ കെട്ടിടം പണിയുക. അതിന് CSR ഫണ്ട് ചെയ്യുന്നവർക്ക് വേറെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട. CSR ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ. അതല്ലാതെ ഇപ്പോൾ ധവളപത്രത്തിലെ റിപ്പോർട്ട് വെച്ചിട്ട് സർക്കാർ കെട്ടിടങ്ങൾ പണിയുന്നതിന് പരിമിതി ഉണ്ടാകും, സാമ്പത്തിക. കാരണം ഒന്ന്, ഇപ്പോൾ ഡോക്ടർമാരുടെ റേഷ്യോ കൂട്ടണം, അതിൻ്റെ ചിലവ് വരും. കടങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്, കോടികൾ പലരും കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഹോസ്പിറ്റലിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ചില്ലറ പ്രയാസമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CSR ഫണ്ടുകളും സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളും അതിൻ്റെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തും. അതുപോലെ തന്നെ മറ്റൊരു ഫേക്ക് ന്യൂസ് വന്നത് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളൊരു അതും ഫേക്കാണ്. അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ മന്ത്രിസഭയിലോ UDFലോ ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നത് സ്വകാര്യ മേഖലയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, കാരണം സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് വിചാരിച്ച് സർക്കാർ മേഖലയ്ക്ക് അതുകൊണ്ട് ഒരു ക്ഷീണവും ഉണ്ടാവാതെ നോക്കേണ്ട ചുമതല ആരോഗ്യമന്ത്രിക്കുണ്ട്. സ്വകാര്യ ആശുപത്രിയോടൊപ്പം ഓടിയെത്തുക എന്നുള്ളതാണ് സർക്കാർ ആശുപത്രിയുടെ ചുമതല. അത് ആ ചുമതല നിർവഹിക്കേണ്ട ആരോഗ്യ വകുപ്പാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലത്തെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ ദയവായി പറയരുത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ആർക്കും എന്നോട് ചോദിക്കാം. ഈ മേഖല സ്വകാര്യവൽക്കരിക്കാനല്ല എന്നെ പാർട്ടി എന്നെ മന്ത്രിയാക്കിയിട്ടുള്ളത്, അത് മാത്രമേ പറയുന്നു. അത് റെയ്ഡിനെ ഞാൻ പറഞ്ഞ ഫുഡ് സേഫ്റ്റിക്കാരോട് കർശനമായി നിർദ്ദേശം കൊടുത്തിരിക്കുക. ഏത് ഹോട്ടലും സംശയമുള്ള ചെക്ക് ചെയ്യുക. വൃത്തിയില്ലാത്ത തട്ടുകടകൾ ഇനി അത് അടപ്പിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ രോഗം പടർന്നു പിടിച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം പരിശോധിക്കണമെന്നാണ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഇത് പരിശോധിക്കാതെ അസുഖങ്ങൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഫുഡ് സേഫ്റ്റി വകുപ്പ് മറുപടി പറയേണ്ടി വരും. ഞങ്ങളിപ്പോൾ അതൊരു ലോങ് റണ്ണായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നുണ്ട്. അത് കാരണം അത് നഗരസഭ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ ഇവരുടെയൊക്കെ ഒരു സംയുക്ത സംരംഭത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ മലിനീകരിക്കപ്പെട്ട നദികളും തോടുകളൊക്കെ ശുദ്ധീകരിക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാനുണ്ട്. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കറിയാലോ, ഒറ്റ ദിവസം കൊണ്ട് തീരില്ല, കാരണം വർഷങ്ങളായിട്ടുള്ള ഏർപ്പാടാണ്. അത് ശരിയാണ്. പണ്ട് പാർവതി പുത്തനാറിലെ ആൾക്കാർ മുങ്ങിക്കുളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യം തിരുവനന്തപുരത്ത് വരുമ്പോൾ. ഇപ്പോൾ അത് മാറി. പരിസരത്ത് നിൽക്കാൻ വയ്യ. അത് ഞങ്ങൾ ലോങ് റണ്ണിൽ നോക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ നദികളും ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാനുള്ള പദ്ധതികൾക്ക് ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്ന് രൂപം നൽകുന്നുണ്ട്. അത് ലോങ് റണ്ണാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഉള്ളത് ഈ രോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് ഈ ഇവിടെ നമ്മുടെ ആലപ്പുഴ, ആറന്മുള ഭാഗത്തൊക്കെ 123 പേർക്ക് രോഗം വന്നതായിട്ടാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികളെയാണ് ഈ രോഗം വന്ന് അവിടെ അഡ്മിറ്റായത്. അതിൽ 2 പേര് ഡിസ്ചാർജ് ചെയ്തു. ഈ ഒരു കുട്ടി മരിച്ചു. അത് ഇതുവരെ ആയിട്ട് കഴിഞ്ഞ ദിവസം വരെ കിട്ടിയത്. ഞാൻ പറഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ഭാഗങ്ങളിൽ, അത് കോഴിക്കോടില്ല, ആറന്മുള അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളിലാണ് ഇത് ആദ്യം കാണുന്നത്. അപ്പോഴാണ് ആരോഗ്യ വകുപ്പ് എന്ന് ഇത് പറഞ്ഞത്. ഏതാണ്ട് അന്നാണ് ഞാൻ പറഞ്ഞ ഒരാഴ്ച മുമ്പ്. ഇപ്പോൾ ഇത് വടക്കോട്ട് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള നടപടികളുമായിട്ടാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് എല്ലായിടത്തും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏത് അസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കാണിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഉഗാണ്ടയിൽ നിന്നൊരു പേഷ്യൻ്റ് വന്നു. ഈ എബോള എന്നുള്ള രോഗം ഉണ്ടല്ലോ, അത് വരുന്ന ഉഗാണ്ടയിൽ നിന്നാണ്. ഉഗാണ്ടയും ആസ്ട്രേലിയയും. ഒരു പേഷ്യൻ്റ് വന്നു ഒരു 2 ആഴ്ച മുമ്പ്. ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതാണ്.
മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അയാൾ മലയാളിയാണ്. പക്ഷെ അയാൾക്ക് ഇവിടെ വന്നപ്പോൾ പനിയും വയറിളക്കവും തുടങ്ങി. ഉടനെ അയാളെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇപ്പോൾ 21 ദിവസം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ പുറത്ത് വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എബോളയുടെ ലക്ഷണങ്ങളിപ്പോൾ ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടത് മധ്യപ്രദേശിലും അവരും പക്ഷേ സംശയമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല. ഉഗാണ്ടയുള്ള ഒരുപാട് മലയാളികളുണ്ട്. അവരോട് നാട്ടിലേക്ക് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ 4 കേരളത്തിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലും മെഡിക്കൽ കോളേജുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.